കാലവർഷം കനക്കുമ്പോൾ പീരുമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ വീണ്ടും ദുരന്ത ഭീഷണിയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങളാണ് 2200ഓളം തൊഴിലാളി കുടുംബങ്ങൾ ജീവൻ പണയം വെച്ച് കഴിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച നവീകരണ പദ്ധതികൾ ഇന്നും കടലാസിൽ മാത്രം. മേൽക്കൂര ദ്രവിച്ചും ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞും അപകടാവസ്ഥയിലായ ലയങ്ങളാണ് പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലുമുള്ളത്. കനത്ത മഴ തുടരുന്നതിനിടെ ഓരോ രാത്രിയും ആശങ്കയോടെയാണ് തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത്. ഈ ആശങ്ക ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൂപ്പാറ ലോണ്ടറി എസ്റ്റേറ്റിലെ 23-ാം ഡിവിഷനിലുണ്ടായ സംഭവം. ലയത്തിന്റെ മേൽക്കൂരയുടെ കഴുക്കോലൊടിഞ്ഞ് ഓടുകൾ നിലംപൊത്തി. ഭാഗ്യവശാൽ വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2000-ൽ തോട്ടം പൂട്ടിയതോടെ സംയുക്ത തൊഴിലാളി യൂണിയൻ വീതിച്ചു നൽകിയ പ്ലോട്ടുകളിൽ കൊളുന്തുനുള്ളിയും അത് വിൽപ്പന നടത്തിയും ജീവിക്കുകയാണ് ഇവർ. മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാനോ സ്വന്തം ചെലവിൽ ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനോ ഇവർക്ക് സാമ്പത്തിക ശേഷിയില്ല. വളരെ ദുരിതം പിടിച്ച ജീവിതമാണ്. ദുരിതം പിടിച്ചെന്ന് പറഞ്ഞാൽ തേയിലക്കാടെല്ലാം ഉപേക്ഷിച്ച് ഏലക്കാട്ടിലും മറ്റോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഫാക്ടറിയും പൊളിച്ചു. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ നരകതുല്യമായിട്ടുള്ള ജീവിതം തന്നെ. വിദ്യാഭ്യാസത്തിനും അതിനെല്ലാം വളരെ പാടായിട്ടിരിക്കുകയാണ്. അത് ട്രേഡ് നേതാക്കന്മാരും മറ്റുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം എന്തെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. വേറെ ആരോട് പറയാനാ? മഴക്കാലം ശക്തമാകുന്നതോടെ ഈ കെട്ടിടങ്ങൾ നല്ലോണം ഇടിഞ്ഞു പോയി ജീവഹാനി തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പീരുമേട് ടീ കമ്പനിയുടെ ചീന്തല്ലാർ, ലോണ്ടറി, MMJ പ്ലാന്റേഷന്റെ ബാണാമി, കോട്ടമല എന്നീ 4 തോട്ടങ്ങളാണ് 4 നൂറ്റാണ്ടായി പൂട്ടിക്കിടക്കുന്നത്. ഇവിടങ്ങളിലായി 2200ഓളം സ്ഥിരം തൊഴിലാളി കുടുംബങ്ങളാണ് ഇപ്പോഴും ഈ അപകടാവസ്ഥയിലുള്ള ലയങ്ങളിൽ കഴിയുന്നത്. ലയങ്ങളുടെ നവീകരണത്തിനായി 2 ബജറ്റുകളിലായി 20 കോടി രൂപ മുൻ സർക്കാർ അനുവദിച്ചെങ്കിലും പദ്ധതി നടപ്പായില്ല. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി 33.7 ലക്ഷം രൂപ അനുവദിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തെങ്കിലും 1 വർഷം പിന്നിട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഓരോ മഴയും ഈ തൊഴിലാളി കുടുംബങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടമാണ്. എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താറായ ഇലയങ്ങളിൽ നിരവധി തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്നും ആശങ്കയോടെ കഴിയുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.